ഇപ്പോൾ ഈ സംഘർഷ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീരിൽ നിന്ന് ഉൾപ്പെടെ ഈ സംഘർഷബാധിത മേഖലയിൽ രാജസ്ഥാനിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, ജമ്മുവിൽ നിന്ന്, പഞ്ചാബിൽ നിന്ന് വിവിധയിടങ്ങളിൽ പഠിക്കുന്ന മലയാളി കുട്ടികൾ ഉൾപ്പെടെ സ്വദേശത്തേക്ക് മടങ്ങിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. പെട്ടെന്നാണ് വെടിനിർത്തൽ വന്നത്. ഇപ്പോൾ കശ്മീരിൽ നിന്ന് മടങ്ങിയെത്തുന്ന മലയാളി വിദ്യാർത്ഥികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണം. ഇപ്പൊ വന്നവര് ഒരു 5-6 ആൾക്കാരുണ്ടല്ലോ. അല്ല, ഞങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്. 5-6 ആൾക്കാരെ കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നായിക്കോട്ടെ, ഞാൻ പോയിക്കോട്ടെ. അത് ഞങ്ങൾ സെക്കൻഡ് ഇയേഴ്സ് ആണ്. ഞങ്ങൾക്ക് ഡിസർട്ടേഷനും കാര്യങ്ങളാണ്. അതൊക്കെ കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല. എന്നായിക്കോട്ടെ. ജാസ്മിൻ. ഞാൻ മലപ്പുറം. അപ്പോൾ കശ്മീരിൽ നിന്ന് കൊച്ചിയിലേക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് കണ്ടത്. സംഘർഷാന്തരീക്ഷത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ ഇടപെടൽ ഉണ്ടായിരുന്നു. കൺട്രോൾ റൂം ഉൾപ്പെടെ തുടർന്ന് ഏകോപനം നടത്തുന്നുണ്ടായിരുന്നു. മലയാളി സംഘടനകളും ഉൾപ്പെടെ പലയിടത്തും രാജസ്ഥാനിലെ മലയാളി സംഘടനകളുമൊക്കെ വേഗത്തിൽ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജമ്മു കശ്മീരിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ് കൊച്ചിയിൽ ലോക്കാവുമ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടായി. അപ്പൊ പെട്ടെന്ന് ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഒക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്തായിരുന്നു. ഞങ്ങള് സുർജിത് ഭവനിലായിരുന്നു. പിന്നെ അവിടെ കുറച്ച് പിള്ളേർ അവിടെ സുർജിത് ഭവനിലായിരുന്നു 2 ദിവസമായിട്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഫ്ലൈറ്റ് എടുത്ത് വന്നത്. പേടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു, കുറച്ച് ഡ്രോൺസ് ഒക്കെ കണ്ടിരുന്നു. നൈറ്റ് കണ്ടു. ബ്ലാക്ക് ഔട്ട് ആയിരുന്നു അന്ന്. അപ്പോൾ 2-3 ഡ്രോൺസ് മേലെ കൂടി പോകുന്നതും മേലെ തന്നെ വെടിയിട്ട് വീഴുന്നതും കണ്ടിരുന്നു. ജസ്റ്റ് എന്താ എല്ലാവരും ഒന്ന് പാനിക്കായി. പക്ഷെ ഞങ്ങൾ അത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. എങ്ങനെ ഇപ്പോൾ വന്നേരുള്ളൂ. ഇപ്പം ഇവിടെ വന്നതിൽ ഇപ്പോൾ ഞങ്ങൾ 5-6 പേരേ ഉള്ളൂ. കുറച്ച് പേര് ഗോവയ്ക്ക് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. അവർ പിന്നെ ഇന്നലെ ഓൾറെഡി സ്പെഷ്യൽ ട്രെയിൻ വന്നിട്ടുണ്ട്. ഒരു 150ഓളം പേര് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ 150ഓളം പേര് വരുന്നുണ്ട്. പിന്നെ കാശ്മീരിൽ നിന്നും ഉണ്ട്, അവിടെ കൂട്ടത്തിലുണ്ട്. അവർ നമ്മുടെ ഇവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് അത്രയും പേര് ഇന്നും ഇല്ല, നാളേക്ക് എത്തുമായിരിക്കും. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് അവിടെ നിന്ന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നമുക്ക് എല്ലാവരും കുറേ പേര് ട്രെയിൻ പിടിച്ചിട്ട് തന്നെ വന്നത്, പഞ്ചാബിൽ നിന്ന് ഡൽഹി വരെയും. പിന്നെ അതിന് വരാനുള്ള ബുദ്ധിമുട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ട്രെയിൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ട്രെയിൻ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ ഡൽഹി ഞങ്ങൾക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ കിട്ടിയതാണ്. 3 days ലീവാണെന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ എല്ലാം പോസ്റ്റ്പോൺ ചെയ്തായിരുന്നു. ഞങ്ങൾ സെക്കൻഡ് ദിവസം ഞങ്ങൾ ഡിസർട്ടേഷൻ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങളിപ്പോൾ ഈ അടുത്ത് പോകേണ്ടി വരില്ല. പിന്നെ എക്സാംസ് ഒക്കെ പോസ്റ്റ്പോൺ ചെയ്തായിരുന്നു. ഞാൻ തൃശ്ശൂർ. ഞാൻ ഇവിടെ തന്നെയാണ്. എറണാകുളം. അൻസഫ്. ഞാൻ സനല്. കുട്ടികളുടെ പ്രതികരണമാണ് കേൾക്കുന്നത്. യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇന്നലെ ജമ്മുവിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തുമ്പോൾ അവരെ കുറിച്ച് ആശങ്കയൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. അവിടുന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി സർക്കാർ ഇടപെടണമെന്നുള്ള ആവശ്യമൊക്കെ പ്രതികരണമൊക്കെ കുട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടായി നമ്മൾ കേട്ടു. ഇന്നിപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായില്ല. സുരക്ഷയ്ക്ക് കാര്യത്തിലും പ്രശ്നമൊന്നും ഉണ്ടായില്ല. എത്താൻ സാധിച്ചു എന്നുള്ളതാണ് അവർ ജമ്മുവിൽ നിന്നെത്തുന്ന കുട്ടികൾ നടത്തുന്ന ഒരു പ്രതികരണം.